ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അതും പറയാൻ വേണ്ടി പോകുന്ന വേറെ ഒന്നല്ല നിവിൻ പോളിനി വരാൻ വേണ്ടി പോകുന്ന ചിത്രങ്ങളാണ്. ഒരു പക്ഷേ എല്ലാവരും തിരിച്ചു വന്ന കൂട്ടത്തിൽ ഒരു പക്ഷം ആൾക്കാർ തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും നിവിൻ പോളി. കാരണം നിവിൻ എന്ന് പറയുന്ന നടൻ ഒരുപാട് ചിത്രം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ എന്താ പറയുക, ഒരു പക്ഷേ മോഹൻലാലിനെ പോലെ കമ്പയർ ചെയ്യാൻ വേണ്ടി മോഹൻലാലിന് പോലും ഒരു കോമ്പറ്റീഷൻ സീൻ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പ്രേമം എന്ന് പറഞ്ഞ ചിത്രം നമുക്ക് എല്ലാവർക്കും ഏകദേശം 100 കോടി എത്തുന്ന സമയത്താണ് പല വിഷയങ്ങളും ലീക്കായ അവസ്ഥകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരുപാട് ചിത്രങ്ങളും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. പിന്നീട് എപ്പോഴും നമ്മളെ വഴി വിട്ടു മറന്നു പോയിട്ടുള്ള ഒരു നിവിനായി മാറി. കാരണം വേറെ ഒന്നുമല്ല, പരാജയങ്ങളുടെ ഒരു പടുകുഴി തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. ഒരു പക്ഷേ 2025 എന്ന് പറയുമ്പോൾ നിവിൻ എന്ന് പറയുന്ന നടൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു കംബാക്ക് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. നമുക്ക് ഓരോ അപ്ഡേറ്റായി നോക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിയർ സ്റ്റുഡൻറ്റ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. നിവിനെ കൂടാതെ നയൻതാരയും വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു ക്യാമ്പസ് കോമഡി ഡ്രാമയാണ് ഡിയർ സ്റ്റുഡൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിവിൻ പോളിയുടെ ടീമായ പോൾ ജൂനിയർ ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത്. അതുമാത്രമല്ല, ചിത്രം ഈ വർഷം തന്നെ റിലീസ് തയ്യാറാക്കും, ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം നോക്കുക, നിവിനിൽക്ക് ഒരു ക്യാമിയോ റോളിൽ വരാൻ വേണ്ടി പോകുന്നുള്ള അപ്ഡേറ്റും കേൾക്കുന്നുണ്ട്. നമുക്കെന്തായാലും കാത്തിരിക്കാം ഡിയർ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഇനി റിലീസ് തയ്യാറാക്കുന്ന ചിത്രമാണ് ഡോൾബി ദിനേശൻ എന്ന് പറഞ്ഞ ചിത്രം. ഇത് വേറെ ഒന്നല്ല, നമ്മുടെ തമർ KV ആണ് ഡയറക്ഷൻ. അദ്ദേഹത്തിന് മുൻ ചിത്രം നോക്കി കഴിഞ്ഞാൽ 1000 നുണകൾ. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സർക്കിട്ട് എന്ന് തുടങ്ങിയ 2 ചിത്രത്തിന് ശേഷം തമർ ഡയറക്ഷൻ ചെയ്യുന്ന ചിത്രമാണ് ഡോൾബി ദിനേശൻ എന്ന് പറഞ്ഞ ചിത്രം. ഇതൊരു കോമഡി, ഒരു ഫീൽ ഗുഡ് മൂവി എന്നാണ് കിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം. നിവിൻ പോളി ആദ്യമായിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ വേഷത്തിൽ വരാൻ വേണ്ടുന്ന പ്രത്യേകതയും ഡോൾബി ദിനേശനിലുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ഗംഭീരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് നേടിയിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് ഒരു ത്രില്ലിത്തം വരാൻ വേണ്ടി പോകുന്നുണ്ട്. ബേബി ഗേൾ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. നിവിനാണ് ഇതിൽ നായകനായിട്ട് വരാൻ വേണ്ടി പോകുന്ന ത്രില്ലർ മൂവിയാണ്. അന്നബൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കാസ്റ്റിംഗായി വരുന്നുണ്ട്. തിരുവനന്തപുരമാണ് ഇതിൽ പ്രധാനപ്പെട്ട ലൊക്കേഷനായി വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഗരുഡൻ ചിത്രം ഡയറക്റ്റ് ചെയ്തുള്ള വ്യക്തിയാണ് ഇതിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചിത്രമാണ്. മേജിക് ഫൈംസ് ആണ് ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ അവകാശങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരുപാട് വിവാദങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. ബേബികൾ തീർച്ചയായിട്ടും ഒരു ത്രില്ലർ മൂവിയാണ്. ഈ വർഷം തന്നെ റിലീസിൽ തയ്യാറെടുക്കുന്ന ചിത്രമാണ്. നിവിൻ്റെ പോർഷൻസൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് നമ്മുടെ അഖിൽ സത്യൻ്റെ മൂവിയാണ്. ഗോസ്റ്റ് സ്റ്റോറി എന്നാണ് ഇതിൻ്റെ ചിത്രത്തിൻ്റെ പേരായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ടൈറ്റിലും കാര്യമൊക്കെ വരും ദിവസങ്ങൾ അറിയുന്നതായിരിക്കും. ഇതൊരു ഹൊറർ കോമഡി മൂവി എന്നാണ് നമുക്ക് കിട്ടിയുള്ള അപ്ഡേറ്റ് പ്രകാരം. തീർച്ചയായിട്ടും ഇതിന് പ്രതീക്ഷകൾ കാത്തിരിക്കുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ് അഖിൽ സത്യൻ്റെ കൂടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഷൂട്ടിങ്ങും ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് നോക്കി ശേഖരവർമ്മ രാജാവ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ മൂവി എന്നാണ് കേൾക്കപ്പെടുന്നത്. തീർച്ചയായും ഒരു ചരിത്രപരമായിട്ടുള്ളൊരു പടം തന്നെയാണ്. അതിൽ കുറച്ച് ഭയവും ഉണ്ട്. കാരണം മഹാവീർ എന്ന ചിത്രം നമ്മൾ കണ്ടിട്ടാണ്. ഒരു പക്ഷേ അതിനേക്കാൾ ഒരുപാട് മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ വിജയിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് ശേഖരവർമ്മ രാജാവ് എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഗിരിജ വല്ലഭൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇതൊരു ആക്ഷൻ അഡ്വഞ്ചർ മൂവി തന്നെയാണ്. മുന്നേ തന്നെ ഒരുപാട് പോസ്റ്റേഴ്സ് വന്നിരുന്നു. പിന്നീട് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നതിൽ പക്ഷേ ചിത്രം ഉടൻ തന്നെ സംഭവിക്കാൻ വേണ്ടി പോകുന്നുള്ള അപ്ഡേറ്റും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ആനയമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് കാണിച്ചുള്ള അതുകൊണ്ട് തന്നെ ഒരു അഡ്വഞ്ചർ ആക്ഷൻ പടം തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചിത്രം ഒരു ഫാൻറ്റസി മൂവിയാണ്. മൾട്ടിവേഴ്സ് മമ്മദൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ടാവും. 2026 ആയിരിക്കും റിലീസെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന ചിത്രമാണ്. മൾട്ടിവേഴ്സ് മമ്മദൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അതിനേക്കാൾ പുറത്തോട്ട് ചിത്രം വരാൻ വേണ്ടി പോകുന്നതിന് നിവിന് ഇക്കാലത്തും ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ചിത്രമാണ് അൽഫോൺസ് പുത്രൻ്റെ സിനിമകൾ. ഇതിലൊരു എപ്പോഴൊക്കെ കൈകോർത്തത് വലിയ ചിത്രങ്ങൾ മാറിയിരുന്നു. നേരം പ്രേമം തുടങ്ങി ഗംഭീരമായിട്ട് വിജയം തന്നെയാണ് സംഭവിച്ചത്. ഇത് 2025 നിവിനും അൽഫോൺസ് പുത്രനും വീണ്ടും ഒന്നിക്കാൻ വേണ്ടി പോകുന്നുള്ള അപ്ഡേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ നിവിൻ പോളി തന്നെ പറഞ്ഞിരുന്നു അൽഫോൺസ് പുത്രനായിട്ടൊരു ചിത്രം വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ വരുമെന്നും. അത് കഴിഞ്ഞിട്ട് മിനി ശ്രീനിവാസൻ നിവിൻ പോളി കൂട്ടത്തിൽ വരുന്നുണ്ട്. എപ്പോഴൊക്കെ ഇത് ഒന്നിച്ച് വലിയ വിജയം തന്നെ മാറിയിട്ടുണ്ട്. അവസാനം അറിയില്ല, വർഷങ്ങൾക്ക് ശേഷം പോലും നിവിൻ എന്ന് പറയുന്ന ആളുടെ അഞ്ഞാടുള്ള സ്പേസ് വിനീത് ഒരുക്കി കൊടുത്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊന്നിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ തന്നെ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ ചിത്രങ്ങളൊക്കെയാണ് നിവിൻ പോളി ഇനി മലയാളത്തിലോട്ട് വരാൻ വേണ്ടി പോകുന്ന അപ്ഡേറ്റ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. തമിഴ്നാട് നോക്കി ബെൻസ് എന്ന് പറയുന്ന രാഘവ ലോറൻസ് നായകനായിട്ട് ഒരു ചിത്രമാണ്. ഇത് ലോകേഷ് കനകരാജിനെ തിരക്കിയതിൽ ഭാഗ്യരാജ് കണ്ണാണ് ചിത്രത്തിന് ഡാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. LCയുമായിട്ട് കാണിച്ച ചിത്രമാണ് ബെൻസ് എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ തീർച്ചയായും നിവിൻ പോളി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങൾ തന്നെ എത്തുന്നതായിരിക്കും. കാരണം ഏകദേശം ഒരു 90% ഉറപ്പുണ്ട് നിവിനായിരിക്കും ഇതിലുള്ളതെന്ന് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിവിൻ ആവട്ടെ എന്ന് ആശംസിച്ചു. ഒരു പക്ഷേ LCV എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യത്തിൽ നിവിൻ്റെ ഒരു കടന്നു വരവ് കൂടി തന്നെ മലയാളത്തിലോട്ട് ഫൗദിന് കൊടുത്ത ഒരു സ്പേസ് തന്നെ നിവിനും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്ര അപ്ഡേറ്റ് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൻ്റെ അപ്ഡേറ്റിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റിംഗ്, അല്ലെങ്കിൽ ഈ ചിത്രത്തിന് വേണ്ടിയാണ് നിങ്ങൾ കൂടുതൽ കാത്തിരുന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.